ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫ്രൈഡേ ടോക്കൺ ടെക് ഹോം വർക്ക്ഷോപ്പിൻ്റെ ഹൗസ് റിനോവേഷൻ പാർട്ട് 8ൻ്റെ അടിപൊളി കിട്ടിലൊരു എപ്പിസോഡിലേക്കാണ് എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതായത് വുഡൻ പാർക്ക് 2 സെൻറ്റിമീറ്റർ സ്ക്വയർ, അതായത് 45x45. നിങ്ങൾ കൂടുതലും എല്ലാവരും കണ്ടിട്ടുണ്ടാവുക ഒരു 20 സെൻറ്റിമീറ്റർ വീതി നീളത്തിലുള്ള ടൈപ്പാണ്. 20 സെൻറ്റിമീറ്റർ വീതി, ഒരു 60 സെൻറ്റിമീറ്റർ നീളം, അതേപോലെ അങ്ങനത്തെ ടൈപ്പ് പാർക്കയാണ് കണ്ടുള്ളത്. പാർക്കയുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇത് കസ്റ്റമൈസ്ഡ് ആണ് സംഭവം. കസ്റ്റമൈസ്ഡ് വുഡൻ പാർക്കിയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കിടിലൻ സംഭവമാണ്, ഒത്തിരി കോസ്റ്റ്ലിയാണ്. കസ്റ്റമൈസ്ഡ് വുഡൻ പാർക്ക് 45x45 സ്ക്വയർ പീസിൻ്റെ ഇൻസ്റ്റാളിങ്. സുഹൃത്തുക്കളെ, അപ്പോൾ ഈ കാണുന്നതാണ് ഒറിജിനൽ വുഡൻ പാർക്കാന്ന് പറഞ്ഞ സംഭവം. ഇത് കസ്റ്റമൈസ്ഡ് ആണ്, കസ്റ്റമൈസ്ഡ് വുഡൻ പാർക്കാണ്. അതിൻ്റെ ഇത്തിരി കോസ്റ്റ്ലിയാണ് സംഭവം. അതിലിപ്പോൾ ആ ഡിസൈൻ്റെ ഉൾഭാഗത്തൊക്കെ ടൈൽ ഉൾഭാഗത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണുന്ന ഡിസൈനൊക്കെ കസ്റ്റമൈസ് ചെയ്ത് CNCയിൽ കട്ട് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് ഇറക്കിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിൽ പലതരം സംഗതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി വുഡിൻ്റെ ഒരു കഷ്ണത്തിൽ കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ CNCയിൽ കട്ട് ചെയ്ത് ഇറക്കിയുള്ളതാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ചെയ്യാൻ പോകുന്ന ഏരിയ നല്ലപോലെ മസാല ഇട്ട് പെരുക്കിനിട്ട് ക്ലിയർ ആക്കി വയ്ക്കണം. ഞങ്ങൾ അതുമാതിരി ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുറ്റുവട്ടം മാർബിൾ ചെയ്തിട്ടുണ്ട്, ബോർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു ചെയ്യുന്നതൊക്കെ. അതിനുശേഷം അതിൻ്റെ തിക്ക് എത്രയാണോ അത്രയ്ക്ക് ഒരു കുഴി പോലെയാക്കിയിട്ട് ഡെപ്തിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റാളിങ്. അപ്പോൾ ഒരുപാട് നമ്മൾ വീഡിയോ കണ്ടാലും, ഞാൻ കുറേ വീഡിയോ കണ്ടാലും, പിന്നെ ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട്. വീഡിയോ കണ്ടാലും മാത്രമല്ല പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അതും കൂടിയും ഞാൻ പറയുകയാണ്. മറ്റൊരാളെയും ദ്രോഹിക്കാനോ വേദനിപ്പിക്കാനൊന്നല്ല. എന്നുവെച്ചാൽ നമുക്ക് കാണുമ്പോൾ അത് പറയുന്നത് തോന്നി, ഇവിടെ പറയുന്നത് തോന്നി, അങ്ങനത്തെ ഒരു വീഡിയോ ആയതുകൊണ്ട് പറയുന്നത് തോന്നി. അതായത് വുഡൻ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക വീഡിയോ എടുത്ത് നോക്കിയാലും കാണാം. ഒരുപാട് വീഡിയോ നമ്മൾ കാണാനാണ് ഇതിനെ കുറിച്ചിട്ടുള്ളതൊക്കെ. അല്ലെങ്കിൽ വേറെ പലരും പറഞ്ഞും കേട്ടിട്ട് നമുക്ക് അനുഭവമുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ വുഡൻ പാർക്ക് വേണ്ടിയിട്ട് MDF കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു കോട്ടിങ്ങും ചെയ്തിട്ട് അത് വുഡൻ പാർക്ക് ആവില്ല. പാർക്ക് ആ സെറ്റപ്പ് പറയാം. വുഡൻ പാർക്ക് എന്ന് പറഞ്ഞാൽ വുഡൻ പാർക്ക് തന്നെ കാണിച്ചിട്ട് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനത്തെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ചെയ്യാൻ ശ്രമിക്കുക. എന്നുവെച്ചാൽ ആൾക്കാരൊരിക്കലും തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല. ഒരുപാട് കാശും കടം വാങ്ങിയിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ചെയ്തിട്ടായാലും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്വപ്നത്തോടുകൂടി ഇതൊക്കെ ഒരു കടയിൽ പോയിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് വുഡല്ല മറ്റേ MDF ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഒരു വേദന, ബുദ്ധിമുട്ട്. അപ്പോൾ അത് എല്ലാവരും പരമാവധി ഇപ്പോൾ നമ്മളെപ്പോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെങ്കിൽ അങ്ങനത്തെ സംഭവം ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി നല്ല നിരപ്പായുള്ള സ്ഥലം നമ്മൾ ആദ്യം റെഡിയാക്കി ഒരുക്കിയെടുക്കണം. അതിനുശേഷം ഈ പാർക്ക് ഫെവിക്കോള് വിത്ത് സിലിക്കോൺ, അതിലാണ് സിലിക്കോണിൻ്റെ ഏറ്റവും ക്വാളിറ്റി കൂടിയ സിലിക്കോണിലാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അപ്പോൾ സിലിക്കോൺ തേക്കുക, അടിയിലും ഫ്ലോറിലും വുഡിൻ്റെ ബാക്ക് സൈഡിലും തേക്കുക. അതിനുശേഷം ജോയിൻറ്റിൽ കംപ്ലീറ്റ് ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്. ആ ജോയിൻറ്റിൽ ആ ഗ്രൂ ലൈനിൽ ഫെവിക്കോള് തേച്ചതിന് ശേഷം ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ടൈറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. സൈഡിൽ നമുക്ക് പ്രൊഫൈൽ വരും. മാർബിളും വുഡും ചേരുന്ന ഏരിയയിൽ ഒരു പ്രൊഫൈൽ വയ്ക്കും. നമ്മൾ ഒരു ഗോൾഡിൻ്റെ പ്രൊഫൈൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സ്പേസ് ഇട്ടിട്ട് അതിൽ നമ്മൾ ഇതിൻ്റെ ഒരു സ്പേസർ വെച്ച് കൊടുക്കും. അത് നമുക്ക് അഡ്ജസ്റ്റബിളാണ്. അഡ്ജസ്റ്റബിൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സംഭവം. ഇത് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, ടൈറ്റ് ചെയ്യാം. ഇതിൻ്റെ ബാക്കിൽ രണ്ടെണ്ണത്തെ നമുക്ക് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഫിനിഷിങ്ങിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് ടൈറ്റ് ചെയ്തെടുക്കും. അതാണ് നമ്മൾ ചെയ്യുന്ന രീതി. MDFൻ്റെ കോട്ടിങ് ചെയ്തിട്ടാണ് കൂടുതലും. പിന്നെ പെട്ടെന്ന് കേടായി പോകുന്ന ടൈപ്പ് സംഭവങ്ങളൊക്കെയാണ്. ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ രണ്ടാമത് എടുത്തിട്ട് റീഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റില്ല. എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ജോയിൻറ്റ് ലോക്കിലേക്ക് പോകുന്ന സംഭവമൊക്കെ അകന്നിട്ടും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്കത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല. വുഡൻ പാർക്ക് ആകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു, നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി ലൊക്കേഷൻ മാറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് എടുത്തിട്ട് അപ്പുറത്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നീട് എപ്പോഴും കാലത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വേറെ ചെയ്ത് പുതിയ മോഡൽ ചെയ്ത് അടുത്തൊരു റൂമിലേക്കൊക്കെ നമുക്കിത് ചെയ്യാമെന്നുണ്ടെങ്കിൽ വുഡൻ പാർക്ക് ആകുമ്പോൾ പറ്റും. MDFയിൽ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഒരിക്കലും പറ്റില്ല. അതിൻ്റെ ലോക്ക് സിസ്റ്റമൊക്കെ കംപ്ലീറ്റ് പോയിൻ്റ് ആവും. ലോക്ക് സിസ്റ്റത്തിൽ കൂടെയാണ് അതിൻ്റെ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ പോയിൻ്റ് ആവും, അത്ര ഫിനിഷിങ് കിട്ടില്ല. അങ്ങനെയൊക്കെ സംഭവമുണ്ട്. തണുപ്പടിച്ചാൽ കേടാവും. തണുപ്പില്ലാത്ത സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കുക. നമ്മളുടെ വീഡിയോസൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമാതിരി ഒറിജിനൽ കാര്യങ്ങൾ തന്നെ പറഞ്ഞ് ഇതാക്കും. ആർക്കും വിഷമമുണ്ടായാലും ശരി, നമ്മൾ ഒറിജിനൽ കാര്യങ്ങളെ പറയും. അപ്പോൾ വുഡൻ പാർക്കരെ ഒറിജിനൽ വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. നിങ്ങൾ എല്ലാവരും കാണാം, അടിപൊളി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ്.
പണിയൊക്കെ അടിപൊളിയായിട്ട് തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി അടുത്ത പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ MDF വേറെ മറ്റൊരു ടൈപ്പ് പാർക്ക വരുന്നുണ്ട്. MDF അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാമിനേറ്റഡ് MDF പാർക്കയാണ്. അത് വുഡൻ പാർക്ക എന്ന് തെറ്റിദ്ധരിച്ച് പലരും വാങ്ങുന്നുമുണ്ട്, തെറ്റിദ്ധരിപ്പിക്കുന്നുമുണ്ട്. അത് വുഡൻ പാർക്ക എന്ന് ഇപ്പോൾ അങ്ങനെ ഒരു പറഞ്ഞ് അതൊരു ലെവലിലേക്ക് എത്തി. അപ്പോൾ അത് MDF ആണ്. അത് നമുക്ക് ഇത്രയ്ക്കങ്ങോട്ട് ക്വാളിറ്റി ഉണ്ടാവില്ല. വെള്ളം നനവുള്ള ഏരിയകളിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മഴയും ഇതൊക്കെ കാലാവസ്ഥയൊക്കെ മാറി വരുന്ന അവിടെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് യൂസ്ഫുൾ അല്ല അത്. അത് വീർക്കും. അതുപോലെ തന്നെ അതിൻ്റെ സൈഡൊക്കെ എഡ്ജൊക്കെ ഫിനിഷ് പോവും. വെള്ളം ഒഴിച്ച് തുടച്ച് കഴുകാനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. ഫ്രൈഡേ ടോക്ക് ഉണ്ടാക്കുക ഹോം വർക്ക്ഷോപ്പിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും ഇതുപോലെ നല്ല നല്ല അടിപൊളി വീഡിയോസ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുക. നമ്മൾ ഇനി ലാമിനേറ്റഡ് പാർക്കേരെ MDFൻ്റെ ഒരു വീഡിയോ നമ്മൾ തൊട്ട് അടുത്ത തന്നെ ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അതിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. വുഡിൻ്റെയും ലാമിനേറ്റഡ് പാർക്കേരും വ്യത്യാസം നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് നമ്മൾ അധികം വൈകാതെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പ്രൊഫൈൽ ഫിക്സിംഗ് ആണ്. അത് എല്ലാം കഴിഞ്ഞു. പാർക്ക് ഞങ്ങളുടെ ഒരുവിധം വിരിച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ ചുറ്റും ആ ഗ്യാപ്പിൽ മാർബിളും ഇതും കൂടുന്ന ഏരിയയിൽ പ്രൊഫൈല് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ആ പ്രൊഫൈലാണിത്. ഇത് ഒരു അലുമിനിയത്തുമ്മ ഗോൾഡ് കോട്ടിംഗ് ഉള്ള പ്രൊഫൈലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വുഡിൻ്റെയും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സിലിക്കോണിലാണത് ഫിക്സ് ചെയ്യുക. അതിലൊരു ഉൾഭാഗത്തായിട്ടൊരു ക്ലിപ്പും ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ കാണിക്കുന്നുണ്ടത്. അപ്പോൾ അതാണ് അതിൻ്റെ മാനുവൽ. അതിലൊരു ക്ലിപ്പ് വരും. ഇതിനോട് കൂടി തന്നെ ക്ലിപ്പ് വരും. അത് നമ്മൾ ഉള്ളിലേക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി. സിലിക്കോൺ നല്ല സ്ട്രോങ് സിലിക്കോൺ ആണെങ്കിൽ കുഴപ്പമില്ല, സിലിക്കോണിലും ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വെച്ചാൽ നല്ലതായിരിക്കും. നമുക്ക് ചാനൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കാം. ഇതൊരു സെറ്റായിട്ടാണ് വരുന്നത് പൊട്ടിച്ചെടുത്തിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വുഡൻ പാർക്കയുടെ വീര്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് അടിച്ചോളൂ, അതുപോലെ ആ ബട്ടണൊക്കെ ഒന്ന് എനേബിൾ ആക്കി വെച്ചോളൂ. ഇനി ഒരു എമൗണ്ട് ഫുൾ ഫിനിഷിംഗ് ലെവലിലുള്ള സ്റ്റേജിലുള്ള വീഡിയോസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഫ്രൈഡേ ടോക്ക് ഉണ്ടാക്കും ഹോം വർക്ക്ഷോപ്പ്. ഓക്കെ.